ഇന്നത്തെ നോമ്പ് കുറെ വണ്ടിക്കകത്ത് വെച്ച അനിയന്റെ റിസപ്ഷനാണ് കേട്ടാ. അതുകൊണ്ട് ഇന്ന് വണ്ടിക്കകത്ത് ഈന്തപ്പഴമൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചതാ. ഇപ്പം ഏകദേശം 6:34 ഇന്ന് 6:47 നോമ്പ് മുറിക്കണ്ടേ. അപ്പം ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവുക. ഓക്കെ ഗൈസ്. നല്ല അടിപൊളി സ്ഥലം കേട്ടാ, നോക്കിക്കോ. ഫുള്ള് വൈബുള്ള സ്ഥലം. ഇവിടെ വെച്ച അളിയൻ്റെ റിസപ്ഷൻ കിട്ടിക്കാച്ചി കേട്ടാ, അടിപൊളി. മാൻ ഇങ്ങനെ ഒരു സൈലന്റ് സ്ഥലം കേട്ടാ, അടിപൊളി. റിസപ്ഷനൊക്കെ പറ്റിയ സ്ഥലം. ഈ സ്ഥലമെന്ന് വെച്ചാലേ വർക്കലയിൽ നിന്ന് ആറ്റിങ്ങലിലോട്ട് പോകുന്നു. ഓ മാൻ, ലവ്ലി. ആ കുഞ്ഞ് പാലം കണ്ട, ഇതാണ് ഫുൾ പ്രോപ്പർട്ടി. അയ്യോ, ഫുൾ കായൽ. ഭയങ്കര കാറ്റ് കേട്ടാ, അടിപൊളി കാറ്റ്. ആളി വന്നപ്പോഴേ ഭയങ്കര ചൂട്, പക്ഷെ ഇങ്ങോട്ട് വന്നപ്പം ഭയങ്കര കാറ്റ്. ഫുൾ വൈബ്സ്. അടങ്ങി ഒതുങ്ങി പോവുക. ഇതാ നോക്ക് മാൻ, ലവ്ലി. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഫുള്ള് ഡാർക്കാ ഈ ക്യാമറക്കകത്ത്. അത്രയും ക്ലിയർ അല്ല എന്നാണ് തോന്നുന്നത്. മാൻ, എന്തായാലും ഇത് പണിഞ്ഞ ആൾ ഇച്ചിരി ബ്രില്യൻ്റാ. അയ്യോ മാൻ, ഈസ് എ ഐഡിയ മാൻ. കമോൺ. ഈ കായലിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു ബ്രിഡ്ജ്. നോക്ക്, ഒരു വാക്ക് വേ പോലത്തെ. ഓ മാൻ, എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഈ പാലത്തിൻ്റെ അവിടെ നോക്കുമ്പോൾ അടിപൊളി കേട്ടാ. അടിപൊളി കേട്ടാ. അയ്യോ, സൗണ്ട് കേൾക്കാവോ ഗൈസ്, ആ വെള്ളത്തിൻ്റെ ആ ഒഴുക്ക്. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നു നമ്മുടെ സ്ഥലം തന്നെയാണ് സ്വർഗം. എങ്ങോട്ടും പോകണ്ടാന്ന് തോന്നും. അല്ലേലും മുറ്റത്തെ മുല്ലിന് മണമില്ലല്ലോ. എങ്ങനെയുണ്ട് സ്ഥലം? ഹൗസ് ഇറ്റ് മാൻ? ഗ്രേറ്റ്. പോലാ. ഓ മാൻ, എങ്ങനെയുണ്ട് സ്ഥലം? അല്ല, എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? സൂപ്പർ സ്ഥലം. പേടിയാവുന്ന ചെറിയ സ്കേറി പ്ലേസും കൂടിയാ, പക്ഷെ ഫുൾ ഡാർക്ക് ആയതുകൊണ്ട് ഈ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അടിപൊളി. ഓക്കെ ഗായ്സ്.